വലിയ മുൻപരിചയമൊന്നും ഇല്ലാത്ത ഒരാളാ ചാടി കയറി വന്ന് കോടീശ്വരനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി വിവാഹം ആലോചിച്ചിരിക്കുന്നത്. രാജീവ് മേനോന്റെ സ്വത്തുക്കളുടെ പരിപൂർണ അവകാശം മകളായ ദിയയ്ക്കാണെന്നും അവൾക്ക് 18 വയസ്സ് പൂർത്തിയാവുന്നതുവരെ ആ സ്വത്തുവകകൾ ക്രയവിക്രയം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്നും അതുവരെ നിത്യച്ചെലവിനുള്ള പണം മാത്രമേ എഴുതിയെടുക്കാൻ പാടുള്ളൂ എന്നുമാണ് ആദ്യത്തെ വ്യവസ്ഥ. അവന്റെ ആത്മാവിന് പോലും ഗതി കിട്ടാതെ പോട്ടെ. ഞങ്ങളൊക്കെ 60 വയസ്സ് കഴിഞ്ഞോരാ സാറേ. പെൻഷൻ അപേക്ഷ കൊടുത്തിട്ട് നാളെ കുറേയായി. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച് വശം കെടുത്താൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പെൻഷൻ ഒന്നും കിട്ടുന്നില്ല. മുഴുവൻ പട്ടിണിയാ സാറേ. ശരിക്ക് ചുരുണ്ട് കിടക്കാൻ കൂര പോലും ഇല്ലാത്തവരാ. കുടുംബത്തിൽ മറ്റാർക്കും വരുമാനവും ഇല്ല. 100% പെൻഷൻ കിട്ടാൻ അർഹതയുള്ളവരാ. ഇപ്പൊ തന്നെ അന്വേഷിച്ച പെൻഷൻ കിട്ടാൻ വേണ്ടത് ചെയ്യാം. നിങ്ങൾ ആരും വിഷമിക്കണ്ട. വരുന്നുണ്ട്. സെക്രട്ടറി വന്നില്ലേ? ഇല്ല. 12 മണി കഴിഞ്ഞല്ലോ. ലീവിലാണോ? അല്ല, ഇന്ന് ബ്ലോക്ക് കമ്മിറ്റി ഉണ്ട്. ബ്ലോക്ക് കമ്മിറ്റി കഴിഞ്ഞാൽ വരുമോ? അത് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ടല്ലേ. അതെ, ഈ പ്രായമായ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ എന്താ അത്ര തടസ്സം? അത് പിന്നെ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ശരിയാകാനുണ്ട്. ഓഹോ, എന്തൊക്കെയാണാവോ നിങ്ങളുടെ പ്രൊസീജിയേഴ്സ്? ഈ തോന്നിയാസങ്ങളൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല കേട്ടോ. പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഇവനാ, ദമ്പടി. ഓഹോ, അയാൾ ഉദ്ദേശിച്ച കൈക്കൂലി കിട്ടാതെ പെൻഷൻ ഒന്നും ശരിയാവാൻ പോകുന്നില്ല. സെക്രട്ടറി സാർ വരുന്നു. ആ വരുന്നതാ ഓഫീസർ. ഒന്ന് നിന്നേ സാറേ. ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ അനുവദിക്കാത്ത എന്താ? അങ്ങനെ ചാടിക്കേറി പെൻഷൻ കൊടുക്കാൻ പറ്റൂ? എന്റെ പോക്കറ്റിൽ നിന്ന് പെൻഷൻ എടുത്തു കൊടുക്കാനും വകുപ്പില്ല. അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, നടപടിക്രമങ്ങൾ. നടപടിക്രമങ്ങൾ, കൈക്കൂലി അല്ലേ? മര്യാദയ്ക്ക് ഇവരുടെ പെൻഷനുള്ള പേപ്പേഴ്സ് മുകളിലേക്ക് കൊടുത്തു വെക്കണം. അത് പറയാൻ താനാരാ? ഞങ്ങൾക്കും യൂണിയൻ നേതാക്കളൊക്കെ ഉണ്ടേ. സർക്കാർ ഓഫീസറെ ഡ്യൂട്ടി സമയത്ത് മർദ്ദിച്ച അതിന്റെ വകുപ്പ് എന്താന്ന് അറിയാമോ? നിനക്ക് കാണിച്ചു തരാൻ നിനക്ക് എന്നാ കാണിച്ചു താടാ. സർക്കാർ ഓഫീസിലും കണ്ടില്ലേ ഗുണ്ടാ വിളയാട്ടം തന്നെ. ഇവനൊക്കെ ജോലി ചെയ്ത് ജീവിച്ചൂടെ?
ജഗ, ആ കുട്ടി നിന്നെ കാണുമ്പോഴെല്ലാം നീ ഒരു പ്രശ്നക്കാരനെ പോലെ അടിയും പിടിയും ഉണ്ടാക്കുക. ഇങ്ങനെ പോയാ ഈ ജന്മം നിനക്ക് അവളെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അവൾ എനിക്ക് വേണ്ടി പറഞ്ഞവളാടാ, ജഗന് വേണ്ടി പറഞ്ഞവള്. അവള് ജഗന്റെ പെണ്ണാ. കഴിക്കുമോളെ? വേണ്ട. മുത്തശ്ശിയുടെ പൊന്നും കൂടെ അല്ലേ, ദോശ കഴിക്കേ. വേണ്ട, എനിക്ക് എന്റെ അച്ഛനെയും അച്ഛമ്മയും കാണണം. എന്നെ ഇവിടെ കളഞ്ഞിട്ട് അവരെങ്ങോട്ടാ പോയിരിക്കുന്നത്? അവരെന്താ എന്നെ കാണാൻ വരാത്തേ? മോളെ, ലീവ് കിട്ടാത്തോണ്ട് അവര് വരാത്തേ. കള്ളം. മുത്തശ്ശി കള്ളം പറയാ. അച്ഛനും വലിയ കമ്പനി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അവര് വേറെ ജോലിക്ക് പോകുന്നത്? എനിക്ക് കംസന്റെയും ഗിംസന്റെയും കഥ ഒന്നും കേക്കണ്ട. ദോശയും വേണ്ട. എന്റെ അമ്മോ, മുത്തശ്ശി ഇപ്പഴാ ഒരു കാര്യം ഓർത്തേ. മോൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയേ നല്ല അസലൊരു കഥ മുത്തശ്ശി കരുതി വെച്ചിരിക്കുക. ദോശ കഴിച്ച ആ കഥ മുത്തശ്ശി പറഞ്ഞുതരാം. പൂതനയുടെ കഥയെക്കാളും നല്ല കഥയാ കംസന്റെ കഥ. വേണ്ട, എനിക്ക് കംസന്റെയും ഗിംസന്റെയും കഥ ഒന്നും കേക്കണ്ട. ദോശയും വേണ്ട. മോളെ, നിന്റെ അമ്മ ഇപ്പൊ വരും. ഒന്നും കഴിക്കാതെ നീ പട്ടിണി ഇരുന്നാലേ നിന്റെ വന്ദനാമ്മയും പട്ടിണി ഇരിക്കും. നിന്നേക്കാൾ വാശിക്കാരിയാ നിന്റെ വന്ദനാമ്മ. ആ അമ്മയെ പട്ടിണി കിടത്തി അസുഖം വരുത്തുന്നത് മോൾക്ക് ഇഷ്ടാണോ? ഇല്ലെങ്കി ദോശ കഴിക്ക്. കഴിക്കും മോളെ. മെഡിക്കുക. ആ, ഇതോടെ കഴിക്കേ. ആ, അങ്ങനെ നല്ല കുട്ടി. ആ, മോളെ. അമ്മേ. അമ്മേ. വന്ദനെ, ദേമോൾ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നീയും കഴിക്കണ്ട കേട്ടോ, പട്ടിണി കിടന്നോ. ഇല്ല അമ്മേ, ഇനി ഞാനും അമ്മയും കൂടി ഒരുമിച്ച് കഴിക്കും. വയറ് നിറച്ച് കഴിക്കും, അല്ലേ അമ്മേ? അതെ അതെ. ഇവിടെ ഞാൻ എന്റെ തീക്കുട്ടിയും പട്ടിണി സമരത്തിനൊന്നും ഇല്ലേ ഇല്ല. അപ്പോ കംസന്റെ കഥ പറയുന്നത് അങ്ങ് ഒഴിവാക്കാം, എന്താ? വേണ്ട വേണ്ട, കഥ പറഞ്ഞേ പറ്റൂ. ഭൂതനയുടെ കഥയിട്ട് ഞാൻ ഒരു പാഠം പഠിച്ചു. ഇനി കംസന്റെ കഥയിട്ട് ഒരു പാഠം പഠിക്കണം. അതുകൊണ്ട് തന്നെ ശരിക്കും ത്രില്ല് അടുപ്പിച്ചാണ് മുത്തശ്ശി കഥ പറയാൻ. ഓ ഏറ്റു ഏറ്റു. അങ്ങനെ ഈ കുഞ്ഞു വന്നപ്പോഴാ ഇവിടെ കളി, ചിരി, ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായത്. ഇതൊക്കെ എന്നും നിലനിന്നാ മതിയായിരുന്നു. ഈ നിമിഷം വരെ രാജീവന്റെ പണം കൊണ്ട് ലാവിഷായിട്ട് ജീവിച്ചതാ. രാഗി എത്ര പണം ചോദിച്ചാലും രാജീവ് കൊടുക്കും. ആ പണം ആര് ചെലവഴിക്കുന്നെന്നോ എന്തിനു ചെലവഴിക്കുന്നെന്നോ എന്നും ചോദിച്ചു വരാറുമില്ല. സ്റ്റാർ ഹോട്ടലുകളിലും ക്ലബിലും ഒക്കെ ലക്ഷങ്ങൾ വാരി എറിഞ്ഞത് രാജീവന്റെ പണം തന്നെയാ.
എല്ലാത്തിനും പൂട്ടു വീണില്ലേ? ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ കൊച്ചിന് 18 വയസ്സ് തികയുന്നതുവരെ ചിലവിനുള്ള പൈസ എഴുതിയെടുക്കാൻ രാഖിക്ക് അവകാശം പറഞ്ഞിരിക്കുകയല്ലേ? അതുകൊണ്ട് ജീവിച്ചൂടെ? അതുകൊണ്ട് എങ്ങനെ ജീവിക്കാന്? ചെലവ് കാശ് എഴുതിയെടുക്കുന്നതന്നെ ഒരു പരിധിയുണ്ട്. കൂടിപ്പോയ ഒരു 10-50,000 രൂപ. എനിക്കതൊരു വനത്തിന് തികയില്ല. അപ്പൊ നീ പറയുന്നത്? അതെ, നല്ല കാലങ്ങളൊക്കെ അസ്തമിച്ചു. ഇനി അങ്ങോട്ട് പട്ടിണി കിടന്നും പ്രാരാബ്ദം പിടിച്ചും ദുരിതപൂർണമായ ഒരു ജീവിതം. അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയാൻ എന്നെ കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ എടുത്ത് വിറ്റിട്ട് ലക്ഷങ്ങൾ കൊണ്ട് തന്നെ ജീവിച്ചിരിക്കും. രാഖി അങ്ങനെ കൊച്ചാകാനൊന്നും പോകുന്നില്ല. രാഗേ, നിക്ക്. വിൽപത്രത്തിലെ വ്യവസ്ഥയ്ക്ക് വിപരീതമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ സ്വത്തുക്കളൊക്കെ അനാഥാലയത്തിലേക്ക് പോവും. പിന്നെ തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരും. അതുകൊണ്ട് സാഹസമൊന്നും കാണിക്കരുത്. വിൽപത്രം വായിച്ചു കേട്ടപ്പോ എനിക്ക് ബലമായൊരു സംശയം. സ്വന്തം മരണം രാജീവ് മുൻകൂട്ടി കണ്ടിരുന്നു എന്നും. അല്ലെങ്കിൽ ഇത്ര കൃത്യമായി കണക്ക് കൂട്ടി വിൽപത്രം എഴുതാൻ കഴിയുന്നത് എങ്ങനെയാ? അടച്ച വില്ലെന്ന് പറയുന്ന ഒരു മാരണം മുന്നിലുണ്ടല്ലോ. അതിൽ രാജീവേട്ടൻ എന്താവും എഴുതി വെച്ചിരിക്കുന്നതെന്ന് സാഗറിന്റെ വല്ല ഊഹമുണ്ടോ? ഊഹമൊക്കെ ഉണ്ട്. നമുക്ക് ഇടുത്തി അയക്കാവുന്ന ഒരു വ്യവസ്ഥ അതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതെന്താ? വന്ദനയും രാജീവന്റെ മോളും തമ്മിൽ അമ്മയും മോളും തമ്മിലുള്ള ബന്ധം പോലായിരുന്നല്ലോ. അതുകൊണ്ട് രാജീവ് തന്റെ സ്വത്തുക്കൾ ഏറ്റെടുക്കാനുള്ള അവകാശം വന്ദനയുടെ പേരിൽ വ്യവസ്ഥ ചെയ്തൂടെ? അങ്ങനെ ഇങ്ങനെ സംഭവിച്ച അവള് നമ്മളെ പെരുവഴിയിലേക്ക് തല്ലിയിറക്കും. പേടിക്കണ്ട രാഗി, ഞാൻ എന്റെ ഒരു ഊഹം പറഞ്ഞേ ഉള്ളൂ. ഏതായാലും ദിയമോളെ ആ തെണ്ടിക്കൂട്ടത്തോടൊപ്പം ജീവിക്കാൻ അനുവദിക്കരുത്. അവളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നിരിക്കണം. അതെ മോനെ, ആ കൊച്ച് നമ്മുടെ കസ്റ്റഡിയിലുള്ളത് നമുക്ക് എന്തുകൊണ്ടും ബലം. എത്രയും പെട്ടെന്ന് ആ കൊച്ചിനെങ്കിൽ പൊക്കിക്കൊണ്ട് പോരെ. അങ്ങനെ ചാടിക്കേറി കൊച്ചിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ബുദ്ധിയല്ല. എന്തു വേണോന്ന് എനിക്ക് ചില ധാരണകളുണ്ട്. ഞാൻ ഒരാളെ വിളിക്കാൻ പോവാ. ബാക്കി കാര്യങ്ങൾ അയാൾ നോക്കിക്കോളും. ഗുണ്ടാ വിളയാട്ടം തന്നെ. ഇതിനൊക്കെ ജോലി ചെയ്ത് ജീവിച്ചൂടെ? ഉറപ്പായിട്ടും അവളുടെ മനസ്സിൽ എനിക്കത്ര നല്ല ഇമേജ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതെങ്കിലും കൊട്ടേഷൻ ഗുണ്ടയായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അങ്ങനെ തോന്നിയേക്കാവുന്ന സാഹചര്യങ്ങളിലാണ് കണ്ടുമുട്ടിയതൊക്കെയും. അത് മാറണം, മാറ്റിയെടുക്കണം. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ദേവതയവള്. നല്ല തുളസിച്ചെടിയുടെ നൈർമല്യമുള്ള പെണ്ണ്, ജഗന്റെ പെണ്ണ്. മോളെ, വർഷയ്ക്ക് വന്ന പ്രപ്പോസലിനെ കുറിച്ച് നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛാ, ഈ കാര്യത്തിൽ വർഷയുടെ തീരുമാനമല്ലേ പ്രധാനം.
എന്ത് കാര്യമുണ്ടെങ്കിലും വർഷ നിന്നോട് തുറന്നു പറയാറില്ലേ? കല്യാണാലോചനയെക്കുറിച്ച് അവൾ എന്താ പറഞ്ഞത്? അമ്മേ, പഠിച്ചൊരു ജോലി വാങ്ങിയിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണം എന്നാ അവളുടെ തീരുമാനം. ഒരർത്ഥത്തില് അവള് പറയുന്നത് ശരിയാ. എന്നെപ്പോലെ ജാതകദോഷത്തിന്റെ പേരില് അച്ഛനമ്മമാർക്ക് അവളൊരു തലവേദനയാവില്ലല്ലോ. ആ കാര്യത്തില് വർഷയ്ക്ക് വേണ്ടി ഞാൻ ഗ്യാരണ്ടി തരാം. ഇനിയെല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ആ മോളെ, ഞാൻ നിന്നെ ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ആ മോളിങ്ങ് വന്നേ. മോക്കിന്ന് അച്ഛൻ ഏത് ചോക്ലേറ്റാ വാങ്ങിക്കൊണ്ടുവരണ്ടേ? അത് അച്ഛന് ഇഷ്ടമുള്ളത് വാങ്ങിയാ മതി. അമ്പടി കള്ളി. പോലീസോ? എന്താ സർ? ഇതല്ലേ വന്ദനയുടെ വീട്? അതെ, ഞാൻ വന്ദനയുടെ അച്ഛനാ, മാധവൻ നായർ. ഞാനാണ് സർ വന്ദന. ഈ കുട്ടി നിങ്ങളോടൊപ്പമല്ലേ കഴിയുന്നത്? അതെ. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വന്ദനയെയും കുട്ടിയെയും കസ്റ്റഡിയിൽ എടുക്കാനാ വന്നത്. സർ, യാതൊരു മുന്നറിയിപ്പില്ലാതെ. കൊള്ളാം. മുന്നറിയിപ്പ് കൊടുത്തിട്ടാണോ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ വരുന്നത്? കുട്ടിയെ കൊണ്ടുപോയി വണ്ടി കയറ്. അയ്യോ സർ, കുട്ടിക്ക് കാലിന് സുഖമില്ലാതിരിക്കുക. എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ അത് ഇവിടെ വെച്ചായിക്കൂടെ? എവിടെ വെച്ച് ചോദ്യം ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. എന്റെ അച്ഛനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ ഒരു പോലീസുകാരും വരില്ലായിരുന്നു. ഓഹോ, നിന്റെ അച്ഛനാരാ? കളക്ടറോ? മിണ്ടിപ്പോകരുത്. മൊട്ടയൊന്നും വിരിഞ്ഞില്ല. അതിനു മുമ്പ് അവള് പോലീസുകാരെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. സാറേ, കാല് വയ്യാത്ത ഈ കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് നീതിയാണോ? കുട്ടിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചോദിക്കാമല്ലോ. കിഴവി ആരാ? റിട്ടയർഡ് ജഡ്ജിയോ? കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞാ പരാതി തന്നിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടിയെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് ഒരു കോടതിയും വിധിക്കില്ല. എല്ലാം ക്രിമിനൽസാ. പോയി കേരളീയ വണ്ടിയില് നിങ്ങളും. സർ പ്ലീസ് നടക്കടി അങ്ങോട്ട്. മോളെ, തൽക്കാലം ഇവര് പറയുന്ന അനുസരിക്കാം. വിനു, സുചിത്ര, നിങ്ങൾ ആരും വിഷമിക്കണ്ട. നടക്കണോ അങ്ങോട്ട്? വാ മോളെ. എടാ, അവിടെ നിൽക്കേ. കയറ്. എന്തൊക്കെയാ അച്ഛമ്മ ഇവിടെ നടക്കുന്നത്? എന്തിനാ അവരെ പോലീസുകാർ പിടിച്ചോണ്ട് പോയത്? ആ സാഗറും രാഖയും ചേർന്ന് ഇല്ലാത്തതും കൊല്ലാത്തതും ഒക്കെ എഴുതി പിടിപ്പിച്ച പരാതി കൊടുത്തിട്ടുണ്ടാവും. ഒപ്പം
അല്പം കൈക്കൂലി. ആ പോലീസുകാരന്റെ മുഖം കാണുമ്പോ തന്നെ അറിയാം. വന്ദനയും കുഞ്ഞിനെയും അവർ ഉപദ്രവിക്കും അച്ഛമ്മ. അയ്യോ, എനിക്കറിയാൻ മേല എന്റെ മോളെ. എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ കാത്തോളണേ.